നാമത്തിൽ മഹത്വം ഉണ്ടായിരിക്കട്ടെ. കൊരിന്ത്യർ 12:7-8. എനിക്ക് ജഡത്തിൽ ഒരു ശൂലം തന്നിരിക്കുന്നു, അത് വിട്ടുമാറേണ്ടതിന് ഞാൻ 3 വട്ടം അപേക്ഷിച്ചു. അവൻ എന്നോടും, എന്റെ കൃപ നിനക്ക് മതി, എന്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു എന്ന് പറഞ്ഞു. വിശുദ്ധ പൗലോസ് നടത്തിയ പ്രാർത്ഥനയ്ക്ക് പ്രത്യേകിച്ച് മറുപടി ലഭിച്ചില്ല. പൗലോസിന് ജഡത്തിലെ ശൂലം എന്താണെന്ന് പല വ്യാഖ്യാനങ്ങളുമുണ്ട്. എന്തായാലും വളരെ വേദനയും വിഷമവും ഉള്ള ഒരു രോഗം അപ്പോസ്തലനെ ശല്യപ്പെടുത്തുന്നുണ്ടായിരുന്നു. നമുക്ക് ചിന്തിക്കാം. പൗലോസ് പ്രാർത്ഥിച്ചു 3 വട്ടം. എന്നിൽ ലഭിച്ച മറുപടി, എന്റെ കൃപ നിനക്ക് മതി. നമ്മുടെ സ്വാർത്ഥമായ പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിക്കുകയില്ല എന്ന് തിരുവചനം പറയുന്നു. ഒരു അമ്മയ്ക്ക് 2 മക്കളുണ്ടായിരുന്നു. മൂത്തൻ കുശവൻ, ഇളയവൻ കർഷകൻ. മൂത്തൻ കളിമണ്ണ കൊണ്ട് പാത്രങ്ങളും ഉണ്ടാക്കി വെയിലത്ത് വെച്ചു. അമ്മയോട് പറഞ്ഞു, അമ്മേ, നല്ല വെയിലുണ്ടാവാൻ പ്രാർത്ഥിക്കണമേ. അല്പസമയം കഴിഞ്ഞ് ഇളയ മകൻ അമ്മയോട്, നല്ല മഴ പെയ്യുവാൻ പ്രാർത്ഥിക്കണമേ. എന്റെ കൃഷിയെല്ലാം ഉടങ്ങിത്തുടങ്ങി. ഈ മക്കളിൽ ആരെയാണ് അമ്മ പ്രതിഫലിക്കേണ്ടത്? എല്ലാവരുടെയും പ്രാർത്ഥനയ്ക്ക് തക്കവണ്ണം ഉത്തരം തരുവാനുള്ള ദൈവത്തിന്റെ പ്രശ്നം ഇത് തന്നെ. ശമയയുടെ ഗ്രാമത്തിൽ യേശു ചെന്നപ്പോൾ അവർ യേശുവിനെ സ്വീകരിച്ചില്ല. ശിഷ്യന്മാരായ യാക്കോബിനും യോഹന്നാനും അമർഷം തോന്നി. കർത്താവെ, ഏലിയാവ് ചെയ്തതുപോലെ ആകാശത്തിന്റെ തീ ഇറക്കി അവരെ നശിപ്പിക്കുവാൻ ഞങ്ങൾ അനക്ക് അനുമതി തരയണമേ. യേശുവിനോട് ചോദിച്ചു. വിശുദ്ധ ലൂക്കോസ് 9:54. യേശുവെ അവരെ ശാസിച്ചു. ഇന്ന് പലരുടെയും പ്രാർത്ഥന യാക്കോബിന്റെയും യോഹന്നാന്റെയും പോലെയാണ്. പിതാവെ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് നീക്കണമേ. എങ്കിൽ ഞാൻ ഇച്ഛിക്കുന്നത് പോലെയല്ല, നീ ഇച്ഛിക്കുന്നത് പോലെ ആകട്ടെ. വിശുദ്ധ മത്തായി 26:3. ഇത് ആയിരിക്കണം ഒരു വിശ്വാസിയുടെ പ്രാർത്ഥന. തിന്മയ്ക്കായി ഞാൻ പ്രാർത്ഥിച്ചാലും അത് നൽകരുതേ. ഞാൻ നന്മയ്ക്കായി പ്രാർത്ഥിച്ചാലും ഇല്ലെങ്കിലും അത് എനിക്ക് നൽകണമേ. ഇതാണ് വിശുദ്ധ അഗസ്താനിയോസിന്റെ പ്രാർത്ഥന. ദൈവനാമം മഹത്വപ്പെടുത്താൻ ഉള്ള ഉദ്ദേശത്തോടെ ഒരു വിശ്വാസി നടത്തുന്ന എല്ലാ പ്രാർത്ഥനയ്ക്കും ദൈവം മറുപടി നൽകാറുണ്ട്. സകല പ്രാർത്ഥനയ്ക്കും മറുപടിയായി ദൈവം പറയുന്നത്, മകനെ, എന്റെ കൃപ നിനക്ക് മതി. ഈ ദൈവകൃപ നമുക്ക് എല്ലാവർക്കും അനുഗ്രഹമായി മാറുവാൻ ഈ വലിയ നോമ്പ് നമുക്ക് മുഖാന്തരമായി ആകട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി.